Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 18, 2025 തിങ്കളാഴ്ച. നമ്മൾ ഇന്ന് നിഫ്റ്റി 50യിലെ ഇൻട്രഡേ ട്രേഡിംഗ് സാധ്യതകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ കയ്യിൽ ഒരു സാങ്കേതിക വിശകലന റിപ്പോർട്ട് ഉണ്ട്. അപ്പോ പ്രൈസ് ആക്ഷനും RSI പോലുള്ള സൂചകങ്ങളും വെച്ച് നോക്കിയിട്ടുള്ള ഒരു പ്ലാൻ ആണിത്. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഇന്നത്തെ ട്രേഡിങ്ങിന് ഒരു വ്യക്തമായ ദിശാബോധം നൽകുക എന്നതാണ് ഈ വിശകലനത്തിന്റെ ഒരു ലക്ഷ്യം. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് വില നിലവാരങ്ങൾ, ലെവലുകൾ എന്ന് പറയാം, പിന്നെ അവയെ അടിസ്ഥാനമാക്കി ഒരു 4 ട്രേഡിംഗ് സാധ്യതകളുമാണ് അതായത് എടുത്തു പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഈ പറയുന്ന പ്രധാന ലെവലുകൾ? എന്തുകൊണ്ടാണ് അവ ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? ശരി, വിശകലനം പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഒന്ന് 24,700 എന്ന സപ്പോർട്ട് ലെവലാണ്, പിന്നെ 25,000 എന്ന റെസിസ്റ്റൻസ് ലെവലും. 24,700 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിലയെ ഒന്ന് താങ്ങി നിർത്തിയ ഒരു സോണാണ്. 25,000 ആണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവലാണ്, ഒരു റൗണ്ട് നമ്പറാണ്. സ്വാഭാവികമായും അവിടെ ഒരു റെസിസ്റ്റൻസ് വരാം. ശരി. അപ്പോ ഇന്നത്തെ വിപണി ഈ 2 സോണുകളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ, അല്ലെ? അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലെവലുകളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള ട്രേഡിംഗ് സാധ്യതകളാണ് ഈ വിശകലനം പറയുന്നത്? മൊമെന്റം, റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അതാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആവുന്നത്. ഈ വിശകലനം 2 രീതിയിലുള്ള സാധ്യതകളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, മൊമെന്റം ട്രേഡിംഗ് എന്ന് വെച്ചാൽ വില ഈ ലെവലുകൾ, അതായത് 24,700 അല്ലെങ്കിൽ 25,000 ശക്തമായിട്ട് ഭേദിച്ച് അതേ ദിശയിൽ മുന്നോട്ട് പോകുന്നത്. അതിനെ നമ്മൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഓക്കെ. 2, റിവേഴ്സൽ ട്രേഡിംഗ്, അതായത് വില ഈ ലെവലുകളിൽ തട്ടിയിട്ട് അതിനപ്പുറം പോകാൻ പറ്റാതെ തിരിച്ചു വരുന്നത്. ഇതിനെ ഫേഡ് ചെയ്യുക എന്നും പറയും. മനസ്സിലായി. അപ്പോ ഓരോ ലെവലിലും ഈ 2 സാധ്യതകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സാഹചര്യങ്ങൾ നോക്കി വേണം തീരുമാനിക്കാൻ. നമുക്ക് ലോങ് എൻട്രികൾ, അതായത് വാങ്ങാനുള്ള അവസരങ്ങൾ എവിടെയൊക്കെയാണ് ഇത് നിർദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഈ മൊമെന്റം റിവേഴ്സൽ വെച്ച് ഒന്ന് പറയാമോ? പറയാം. ലോങ് പോകാൻ 2 പ്രധാന സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് ബ്രേക്ക് ഔട്ട് ലോങ്, അതായത് 24,950 25,000 എന്ന റെസിസ്റ്റൻസ് സോൺ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വോളിയത്തോടെ, എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വാങ്ങി ആ ലെവൽ മറികടന്ന് ഒരു 15 മിനിറ്റ് കാൻഡിൽ ആ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ. വോളിയം പ്രധാനമാണ് അല്ലേ? ആ നീക്കത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പിക്കാൻ. അതെ, വോളിയം ഒരു കൺഫർമേഷൻ ആണ്. അങ്ങനെ വന്നാൽ വാങ്ങാം. ടാർഗറ്റുകളായിട്ട് 25,100 പിന്നെ 25,200 എന്നിവ പരിഗണിക്കാം. സ്റ്റോപ്പ് ലോസ് ഏകദേശം 24,850 വെക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് ബ്രേക്ക് ഔട്ട്. ഇനി മറ്റേ സാധ്യത റിവേഴ്സൽ ടൈപ്പ്. അതെ, രണ്ടാമത്തേത് ഫെയ്ഡ് ലോങ് അല്ലെങ്കിൽ ഡിപ്പ് ബൈ, അതായത് വില താഴേക്ക് വന്ന് 24,700 24,720 എന്ന സപ്പോർട്ട് ലെവലിൽ എത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് പോകാതെ മുകളിലേക്ക് തിരിയുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചാൽ അതും വാങ്ങാനുള്ളൊരു അവസരമാണ്. അവിടെ എന്താണ് സ്ഥിരീകരണമായിട്ട് നോക്കേണ്ടത്? നല്ല ചോദ്യം. അവിടെ നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ നോക്കണം. ഉദാഹരണത്തിന് കാൻഡിലിന് താഴെ ഒരു നീണ്ട നിഴൽ വിക്ക് വരുന്നത്, അതായത് വില താഴെ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന സൂചന. അതല്ലെങ്കിൽ RSI 14 എന്ന ഇൻഡിക്കേറ്റർ താഴെ നിന്ന് മുകളിലേക്ക് തിരിയുന്നത്, ബൗൺസ് ചെയ്യുന്നത് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ശരി. ഇതിന്റെ ടാർഗറ്റുകൾ 24,850 24,950, സ്റ്റോപ്പ് ലോസ് 24,620 താഴെ. ഓക്കെ, അപ്പൊ ലോങ് എൻട്രികൾ വ്യക്തമായി. ഇനി മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിലോ വിൽക്കാനുള്ള, അതായത് ഷോർട്ട് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് എന്തു പറയുന്നു? ഷോർട്ടിനും ഇതുപോലെ 2 സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്ന്, ബ്രേക്ക് ഡൗൺ ഷോർട്ട്, അതായത് 24,700 എന്ന സപ്പോർട്ട് ലെവൽ നല്ല വോളിയത്തോടെ താഴേക്ക് ഭേദിച്ച് ഒരു 15 മിനിറ്റ് കാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്താൽ അതൊരു സെൽ സിഗ്നൽ ആണ്. അപ്പോ അവിടെയും വോളിയം നോക്കണം. തീർച്ചയായും. ലക്ഷ്യങ്ങൾ 24,550 പിന്നെ 24,400. സ്റ്റോപ്പ് ലോസ് 24,820 മുകളിൽ വെക്കാം. ശരി. ഇനി മറ്റ് ഷോർട്ട് എൻട്രി, റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് വരുന്നത്. അതെ, അത് ഫെയ്ഡ് ഷോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സെൽ.
വില മുകളിലേക്ക് പോയി 24,950, 25,000 എന്ന റെസിസ്റ്റൻസ് ലെവലിൽ എത്തുന്നു. അവിടെ തട്ടി മുകളിലേക്ക് പോകാൻ പറ്റാതെ താഴേക്ക് തിരിയുന്നതിന്റെ സൂചനകൾ കാണിച്ചാൽ വിൽക്കാം. ഇവിടെയും കൺഫർമേഷൻ RSI ഒക്കെ നോക്കണം. കാൻഡിലിൽ മുകളിൽ ഒരു റിജക്ഷൻ വിക്ക് വരുന്നത് അല്ലെങ്കിൽ RSI ഓവർബോട്ട് സോണിൽ നിന്ന് താഴേക്ക് തിരിയുന്നതൊക്കെ നല്ല സൂചനകളാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ 24,820, 24,720. സ്റ്റോപ്പ് ലോസ് 25,080 മുകളിൽ. വളരെ വ്യക്തമായിട്ടുണ്ട് ഈ 4 സാധ്യതകളും. അപ്പോ ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ വിശകലനത്തിൽ പറയുന്നുണ്ടോ? റിസ്ക് മാനേജ്മെന്റ് പോലെ? ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. 4 പ്രധാന കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഒരു സോണിൽ ഒരു തരം സെറ്റപ്പ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോ 25,000 എത്തിയെന്ന് വെക്കുക. അവിടെ ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് തട്ടി താഴെ വരുമോ എന്ന് പേടിച്ച് ഷോർട്ടും എടുക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ശരിയാണ്, കൺഫ്യൂഷൻ ആവും. രണ്ടാമത്തേത്, റിസ്ക് റിവാർഡ് അനുപാതം മിനിമം 1.2 വേണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ട്രേഡിൽ 80 പോയിന്റ് നഷ്ടം സ്റ്റോപ്പ് ലോസ് സഹിക്കാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞത് 160 പോയിന്റ് ലാഭം ടാർജറ്റ് എങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കണം. എന്നാലേ ദീർഘകാലത്തിൽ ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ളൂ അല്ലേ? അതെ. മൂന്നാമത്തെ കാര്യം, സ്ഥിരീകരണം. ലെവലിൽ എത്തിയെന്ന് കണ്ട ഉടനെ ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ നല്ലൊരു കാൻഡിൽ ക്ലോസും വോളിയൂമും വേണം. ഫെയ്ഡ് എൻട്രി ആണെങ്കിൽ കാൻഡിലിന്റെ റിജക്ഷനോ റിവേഴ്സൽ പാറ്റേണോ പിന്നെ RSI പോലുള്ള ഇൻഡിക്കേറ്ററിന്റെ പിന്തുണയോ നോക്കണം. ഓക്കെ. നാലാമത്തേതോ? നാലാമത്തേത്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അതായത് ട്രേഡ് നമുക്ക് അനുകൂലമായി നീങ്ങി ലാഭം കിട്ടിത്തുടങ്ങിയാൽ സ്റ്റോപ്പ് ലോസ് കുറേശ്ശെയായി കയറ്റിവെക്കുക. ലോങ് ആണെങ്കിൽ പുതിയ ഹയർ ലോ ഉണ്ടാക്കുമ്പോൾ അതിന് താഴെയായി സ്റ്റോപ്പ് ലോസ് മാറ്റുക. ഷോർട്ട് ആണെങ്കിൽ പുതിയ ലോവർ ഹൈ ഉണ്ടാക്കുമ്പോൾ അതിന് മുകളിലായി സ്റ്റോപ്പ് ലോസ് മാറ്റുക. ഇത് കിട്ടിയ ലാഭം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കും. വളരെ ഉപകാരപ്രദമായ നിർദ്ദേശങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ 24,700-ഉം 25,000-ഉമാണ്. ഈ ലെവലുകളിൽ വില എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കി ഒന്നുകിൽ ബ്രേക്ക്ഔട്ട്, ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഫെയ്ഡ് രീതിയിലുള്ള അവസരങ്ങൾ വരാം. അതിനുള്ള എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്ത വിശകലനത്തിലുള്ളത്. അതെ, കൃത്യമായി പറഞ്ഞു. ഈ വിശകലനം നിങ്ങൾക്ക്, അതായത് കേൾക്കുന്നവർക്ക്, ഒരു ഏകദേശ ധാരണ നൽകാൻ സഹായിക്കുമെന്ന് കരുതുന്നു. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ പ്ലാൻ ഒരു ഗൈഡ് മാത്രമാണ്. ലൈവ് മാർക്കറ്റിൽ ഈ ലെവലുകൾക്ക് അടുത്തെത്തുമ്പോൾ വിപണി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കണം. ശരിയാണ്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു പൊതു സ്വഭാവം കൂടി നോക്കണം. നല്ല ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക്ഔട്ടുകൾ നന്നായി വർക്ക് ചെയ്യും. റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണെങ്കിൽ ഫെയ്ഡ് എൻട്രികൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാവാം. അപ്പോ ഈ മൊമെന്റം രീതിയാണോ റിവേഴ്സൽ രീതിയാണോ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ യോജിച്ചതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആ ഒരു ചിന്തയോടെ മാർക്കറ്റിനെ സമീപിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചേക്കും. വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഇന്നത്തെ ഈ വിശകലനത്തിന് വളരെ നന്ദി. സന്തോഷം.